നിനക്കായി മാത്രം ഭാഗം 8. എന്നെ കൊന്നാലും അവളെ വേറെ വിവാഹം കഴിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹരി അതിന് അവനോട് തിരികെ പുച്ഛത്തോടെ ചോദിച്ചു. എടാ, എൻ്റെ പെങ്ങളെ നീ എന്ത് ചെയ്താണ് വശീകരിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതെന്ത് തന്നെ ആയാലും ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്ത് തരില്ല. സമ്മതിക്കില്ല ഞാൻ. വൈശാഖാണ് പറയുന്നത്. വെറുതെ എഴുത്താ പൊങ്ങാത്ത ഭാരമൊന്നും ചുമക്കാൻ നിൽക്കണ്ട നീ വൈശാഖെ. ഇങ്ങനെ വീരവാദം ഇറക്കാതെ ഇത് ചെയ്ത് കാണിക്കും നീ. എന്നിട്ട് പറയ്. ഹരി അവൻ പറഞ്ഞതിന് ചെവി കൊടുക്കാതെ അതിനെ പരിഹസിക്കുന്നത് പോലെ അവനോട് തിരികെ പറഞ്ഞു. അതെ, ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയിന്ന് തോന്നുന്നല്ലോ ഹരിനാരായണ. എൻ്റെ പേര് ഹരിനാരായണൻ എന്നാണ്, അല്ലാതെ വൈശാഖ് എന്നല്ല. ആ ഒരു മറുപടിയിൽ ഒതുക്കി തീർത്തിരുന്നു ഹരി സംസാരമല്ല. ഇനി എന്തെങ്കിലും തുടർന്ന് സംസാരിച്ചാൽ അത് ചിലപ്പോൾ കയ്യാങ്കളിയിലായിരിക്കും അവസാനിക്കുക. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഹരി തൻ്റെ കാറിൽ കയറി തിരികെ പോയിരുന്നു. അവൻ പോകുന്നത് ഒരുതരം ദേഷ്യത്തോടെ തന്നെയാണ് വൈശാഖ് നോക്കി നിന്നത്. അവൻ്റെ ഓർമ്മയിലേക്ക് പഴയ കാര്യങ്ങളെല്ലാം തുളച്ചു കയറി വന്നു. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവനും നേരെ കാറിൽ കയറി വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഹാളിലിരിക്കുന്ന വൈഗയെ അവൻ കണ്ടുവെങ്കിലും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും വകവയ്ക്കാതെ അവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. അവനിൽ നിന്ന് ഈയൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. എങ്കിലും ഒരു വേദന തോന്നാതെയും ഇരുന്നില്ല. ഏട്ടനായിട്ട് ഈയൊരു കാര്യം അച്ഛനോട് പറയില്ല എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അതെന്താണങ്ങനെ തോന്നാൻ കാരണമെന്നത് അവൾക്കും അറിയില്ല. എങ്കിലും ഏട്ടൻ അങ്ങനെ അച്ഛനോട് പറയില്ല എന്നൊരു വിശ്വാസം. 2 ദിവസം കൂടി കഴിഞ്ഞുപോയി. ഈ 2 ദിവസങ്ങളിൽ വൈഗയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ക്ലാസ്സിൽ പോയി. ഹരിയോട് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും. അതിൽ കൂടുതൽ അവനെ ഒന്ന് കാണാനോ അവൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയാനോ അവൾക്ക് സമയം കിട്ടിയിട്ടില്ല. ഇനിയും ഏട്ടൻ കണ്ട് പ്രശ്നമായാലോ എന്ന് കരുതിയാണ് വൈഗ അവനെ കാണാൻ പോകാത്തത്. വൈശാഖ് വന്ന് ഹരിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം അവനും വൈഗയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരിധിവരെ ചെറിയൊരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു വീട്ടിൽ. എന്നിരുന്നാലും വൈശാഖും വൈഗയും തമ്മിലും മിണ്ടാറില്ല. വൈഗയുടെ ഇത് ഒരു ഒതുങ്ങിയ സ്വഭാവമാണ്. എപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന തരത്തിലുള്ള ആളൊന്നുമല്ല. പക്ഷേ വൈശാഖിനോട് അവൾ എപ്പോഴും സംസാരിക്കാറുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ രണ്ടുപേരും പരസ്പരം മിണ്ടാതെ ഇരിക്കുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നം അവർ തന്നെ അങ്ങ് പറഞ്ഞു പരിഹരിക്കട്ടെ എന്ന് കരുതി അവരതിൽ ഇടപെടാൻ പോയതുമില്ല. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയി. ഹരിയുടെ കയ്യിൽ ഇപ്പോഴും പ്ലാസ്റ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മുഖത്തെ ചതവിന് കുറവുണ്ടെന്നും പറഞ്ഞു. അന്ന് കണ്ടത് പിന്നെ ഹരിയെ വൈഗ കണ്ടിട്ടേയില്ല. അവനും അവളെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതിന് വൈശാഖ് കണ്ട് അവൻ അവളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാണ്. ഫോണിൽ ആരോടോ എന്തോ കാര്യമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണ് അച്ഛൻ. അയാൾക്കരികിലേക്ക് അല്പം പരിഭ്രമത്തോടെയാണ് വൈശാഖ് നടന്നെത്തിയത്. കാര്യം അച്ഛനോളം പോകുന്ന മകനാണെങ്കിലും അച്ഛനെന്ന് പറയുമ്പോൾ അവൻ ഇപ്പോഴും അല്പം ഭയം തന്നെയാണ്. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ സുധീരൻ കാണുന്നത് എന്തോ ആലോചിച്ചുകൊണ്ട് തൻ്റെ പിന്നിൽ പൊട്ടൻ കടിച്ചതുപോലെ നിൽക്കുന്ന വൈശാഖിനെയാണ്. വിച്ചു, അച്ഛൻ ഗൗരവമേറിയ അയാളുടെ ശബ്ദത്തിൽ അവനെ വിളിച്ചു. ഞെട്ടലോടെ അവൻ അയാളെ നോക്കി. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അച്ഛാ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാൻ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഈ തവണ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോകണം. അവൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ അമ്മ അത് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അച്ഛൻ അതിന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അവന് നേരെ തിരിഞ്ഞു. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ അച്ഛാ, ഒന്നുമില്ല അച്ഛാ. അമ്മ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് കാര്യം പറയാൻ മടി തോന്നി. അച്ഛന് തിരക്കുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർക്കാതെ അയാൾ വേഗം ഇറങ്ങുകയും ചെയ്തു. എന്തോ ആലോചിച്ചുകൊണ്ട് വൈശാഖ് വീണ്ടും മുറിയിലേക്ക് പോയി. ഇല്ല, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ തവണയെങ്കിലും എനിക്ക് ജയിക്കണം. അവൻ എൻ്റെ പെങ്ങളെ തന്നെ വേണം. നടക്കില്ലത്. അച്ഛനോട് പറഞ്ഞ് എത്രയും വേഗം അവളുടെ വിവാഹം നടത്തണം. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് വൈശാഖ് ആലോചിച്ചു. കുറച്ച് ദിവസമായിട്ട് ഈയൊരു കാര്യം മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിങ്ങി വിങ്ങുകയാണ്. ഒട്ടും ആശ്വാസം ഇല്ലാത്തതുപോലെ. തന്നെക്കൊണ്ട് ചിലപ്പോൾ കൂട്ടിയാൽ കൂടില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് അച്ഛനോട് പറഞ്ഞ് അവളുടെ കല്യാണം നടത്താമെന്ന് കരുതിയത്. അച്ഛനോട് ഈ കാര്യം പറയണം എന്ന് കരുതിയിട്ട് തന്നെ 2 ദിവസമായി. പക്ഷേ ഇതുവരെ അതിനൊരവസരം ലഭിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെ ഒരു അവസരം ലഭിച്ചത് കൊണ്ടാണ് അച്ഛനോടത് പറയാമെന്ന് കരുതിയത്. അപ്പോഴേക്കും അമ്മ ഇടയിൽ കയറി വന്നു. പക്ഷേ ഇനിയൊരവസരം കിട്ടിയാൽ എന്തായാലും പറയണം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓഫീസിലിരിക്കുകയായിരുന്ന സമയം അച്ഛൻ വന്നു എന്ന് കണ്ടതും ഇത് തന്നെയാണ് പറ്റിയ സമയമെന്ന് കരുതി വൈശാഖ് നേരെ അച്ഛനിരിക്കുന്ന ക്യാബിനിലേക്ക് ചെന്നു. എന്താടാ കാര്യം? മുന്നിലുള്ള കസേരയിലേക്ക് അവനിരുന്നു. സുധീരൻ അവനോട് കാര്യം തിരക്കി. അച്ഛാ, വാവയുടെ വിവാഹത്തിൻ്റെ കാര്യം എന്തായി?
ഗൗരവത്തിൽ അവൻ ചോദിച്ചതും സുധീരൻ ഇപ്പോൾ എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് ഇവനിത് ചോദിക്കുന്നത് എന്ന രീതിയിൽ അവനെ സംശയത്തോടെ നോക്കി. അവള് കുഞ്ഞല്ലേ, ഇപ്പോഴും പഠിക്കുമല്ലേ, എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് അവളുടെ വിവാഹം നടത്തുന്നത്? അല്ലച്ചാ, ജാതകത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ട് അവൻ എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പരുങ്ങി നിന്നു. ജാതകത്തിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിലും അവൾക്ക് വിവാഹപ്രായം ഇനി 5 വർഷം കൂടി കിടക്കുന്നുണ്ട്. 25 വയസ്സ് വരെയാണ് അവൾക്ക് മംഗല്യയോഗം. അങ്ങനെയുള്ളപ്പോൾ ഇത്ര ധൃതി പിടിച്ചത് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ ഗൗരവത്തോടെ അവനെ നോക്കി പറഞ്ഞു. വൈശാഖാണെങ്കിൽ ആകെ പെട്ടതുപോലെ ആയിപ്പോയി. അതല്ലച്ചാ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊരു ജാതകമുള്ള ആളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ ഒരുപാട് സമയം വേണ്ടി വരില്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അന്വേഷിച്ചു കഴിഞ്ഞാൽ. അതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു വെച്ചു. അച്ഛൻ പറഞ്ഞതും വൈശാഖ അയാളെ ഞെട്ടലോടെ നോക്കി. അത് അവനൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. എന്നെങ്കിലും അച്ഛൻ തന്നെ അവൾക്കുള്ള പാപജാതകം തന്നെയുള്ള വരനെ കണ്ടുപിടിക്കും എന്നറിയായിരുന്നു. എങ്കിലും അതിത്ര വേഗം തന്നെ അതറിഞ്ഞപ്പോൾ അവനിൽ ഞെട്ടലും അത്ഭുതവും നിറഞ്ഞു. അച്ഛൻ എന്നിട്ട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. സമയമൊക്കെ ആയിട്ട് പറയാമെന്ന് കരുതി. നിന്റെ അമ്മയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. അതുകൂടി കേട്ടതും അവനിൽ ആകാംക്ഷ നിറഞ്ഞു. കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ചതുപോലെ വരുന്നുണ്ട് എന്നൊരു തോന്നൽ അവനിൽ തോന്നാൻ തുടങ്ങി. ആരാണച്ചാ ആള്? നിനക്കറിയാം, പക്ഷേ ആളെ നമ്മളാരും കണ്ടു കാണില്ല. അതാരാ? അവനിൽ സംശയം. നമ്മുടെ കാർത്തികേയ പണിക്കരുടെ മോൻ. അത് കേട്ടതും അവൻ്റെ മുഖം സംശയത്താലൊന്ന് ചുളിഞ്ഞു. നീ കണ്ടിട്ടുണ്ടോ അവനെ? അയാൾക്ക് മകനൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു അറിവ് പോലും എനിക്കില്ല. എന്താ പേരവൻ്റെ? സാരംഗ്. പേര് കേട്ടിട്ടും അവൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല. ഇല്ല, എത്ര ആലോചിച്ചിട്ടും ആളെ ഓർമ്മ പോലും അവന് വന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊന്നും കണ്ടിട്ടില്ല അവനെ. പഠിച്ചതൊക്കെ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞതും വൈശാഖ് തലയാട്ടി. അച്ഛൻ ആളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോ? അതൊക്കെ ഞാൻ അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ല. ചോദിച്ച എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ കാണാനും കൊള്ളാം. അച്ഛൻ പറഞ്ഞതും വൈശാഖ് തലയാട്ടി. അവൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ അച്ഛൻ്റെ കയ്യിൽ? ഫോണിൽ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അയാൾ ഫോണിൽ എന്തോ തിരിഞ്ഞതിന് ശേഷം ഫോൺ അവന് നേരെ നീട്ടി. അവൻ അതിലേക്കൊന്ന് നോക്കി. ചുവന്ന നിറത്തിലുള്ള ഷർട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. കാണാനൊക്കെ കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അവൻ ഫോൺ തിരികെ അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ അന്വേഷിച്ച് കുഴപ്പമില്ലെങ്കിൽ ഇനിയൊന്നും നോക്കാനില്ല. അച്ഛൻ എന്തായാലും അവൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ തന്നെയായിരിക്കും കണ്ടുപിടിക്കുക. അതിലവന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വാവയുടെ ജാതകം നോക്കാൻ പോയപ്പോൾ പാപജാതകമാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി വിഷമിച്ചു. ഇനി അതുപോലുള്ള ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേന്ന് ഓർത്ത്. പാപജാതകമുള്ള ഒരാളെ കൊണ്ട് വെറുതെ അങ്ങ് വിവാഹം ചെയ്യിപ്പിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് പരിചയമുള്ളവർ കൂടെ ആയിരിക്കണ്ടേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് പണിക്കർ തന്നെ പറയുന്നത് അയാളുടെ മകനും ഇങ്ങനെ തന്നെ പാപജാതകമാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അവനെക്കൊണ്ട് നമ്മുടെ വാവയെ വിവാഹം ചെയ്യിപ്പിച്ചാലോ എന്ന് തോന്നി. ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ബന്ധം അങ്ങോട്ട് ചോദിച്ചത്. കേട്ടപ്പോൾ അവർക്കും സമ്മതം. ചിരിയോടെ അയാൾ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഇത്രയൊക്കെ തീരുമാനിച്ചിട്ടും അച്ഛനെന്താ ഇതൊന്നും വീട്ടിലാരോടും പറയാതിരുന്നത്? ഞാനിത് നിൻ്റെ അമ്മയോട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞിട്ടുണ്ട്. അമ്മ കേൾക്കണ്ടേ ഇത്? വൈശാഖ് കളിയോടെ പറഞ്ഞതും അച്ഛൻ ചിരിച്ചു. അല്ലച്ചാ, അത് നല്ല കാര്യമാണെങ്കിൽ അധികം വെച്ച് താമസിപ്പിക്കാതെ വിവാഹം നടത്തായിരുന്നില്ലേ? വൈശാഖിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും എത്രയും വേഗം വൈഗയുടെ വിവാഹം മറ്റൊരാളുമായി നടക്കണമെന്ന് മാത്രമായിരുന്നു. ഒരിക്കലും അവളെ ഹരി വിവാഹം ചെയ്യരുത് എന്നൊരു ചിന്ത മാത്രമായിരുന്നു അന്നേരം അവൻ്റെ മനസ്സിൽ നിറയെ. എന്തിനാടാ ഇത്ര ധൃതി? എന്തായാലും അവളിപ്പോൾ പഠിക്കുമല്ലേ, അത് കഴിഞ്ഞിട്ട് നോക്കാം. അതല്ലച്ചാ, ഇപ്പോൾ ഈ കോളേജിലൊക്കെ ആയത് പിന്നെ അവൾക്ക് ഫാഷനായിട്ട് നടക്കുന്നതൊക്കെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെയൊരു കാര്യം ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം എത്രയും വേഗം നടക്കണമെന്നൊരു തീരുമാനത്തിൽ വൈശാഖ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. അതിനിപ്പോൾ എന്താ? അവൾ എന്ത് ഫാഷനായിട്ട് നടക്കുന്നു എന്നാണ് നീ പറയുന്നത്? ആകെ ചുരിദാർ ഉടുപ്പൊക്കെ മാത്രമാണ് അവൾ ഇപ്പോഴും ഇടാറുള്ളത്. അവൻ അങ്ങനെ പറഞ്ഞതും അതിലെ പൊരുൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അച്ഛൻ അവനോട് തിരികെ ചോദിച്ചു. അതല്ല അച്ഛാ, ഈ കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പരസ്പരം സംസാരിച്ച് അടുത്ത് പെരുമാറിയൊക്കെ വരുമ്പോൾ പിന്നീട് അത് മറ്റു പല ബന്ധങ്ങളിലേക്കുമൊക്കെ പോകും. അച്ഛനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കണം എന്ന രീതിയിൽ വൈശാഖ് ഓരോന്നൊക്കെ മെനഞ്ഞെടുത്തുകൊണ്ടിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.